പൃഥ്വിരാജിന്റെ ഡയറക്ഷനിൽ ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓരോ ദിവസം പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാലേട്ടനെ തകർക്കാൻ ഇനി ഒരേ ഒരു റെക്കോർഡുകൾ കൂടി മാത്രമാണ് അഡ്വാൻസ് ബുക്കിംഗ് ബാക്കി നിൽക്കുന്നത്. അത് നമ്മുടെ അല്ലു അർജുൻ നായകനായിട്ടെത്തുന്ന പുഷ്പ 2 ദി റൂൾ എന്ന് പറയുന്ന സിനിമയുടേതാണ്. ബുക്കിങ്ങിൽ 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റു എന്നൊരു പ്രത്യേകത പുഷ്പ 2വിനാണ് നിലവിലുള്ളത്. 108K ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പ് വഴി പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ 1 മണിക്കൂറിൽ വിറ്റിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ലാലേട്ടൻ നായകനായിട്ട് എത്തിയിരിക്കുന്ന എമ്പുരാനാണ്. 96K ടിക്കറ്റുകളാണ് എമ്പുരാൻ 1 മണിക്കൂർ വിറ്റിരിക്കുന്നത്. 3ാം സ്ഥാനത്ത് പ്രവാസ് നായകനായിട്ട് എത്തിയിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് ഇനി ഏകദേശം 1 മണിക്കൂർ 108K, അതായത് ഏകദേശം 1,80,000 ടിക്കറ്റുകൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വിൽക്കാൻ സാധിച്ച ആ ഒരു റെക്കോർഡും ലാലേട്ടന്റെ പേരിലാവും. എന്തൊക്കെയാണ് പൈസയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ എന്നൊരു റെക്കോർഡ് ഇതിനോടകം തന്നെ ലാലേട്ടൻ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായം സ്വന്തമാക്കാൻ സാധിച്ച, പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ അരമണിക്കൂറുള്ള ഹിന്ദി സംഭാഷണങ്ങളും ഇംഗ്ലീഷ് സംഭാഷണങ്ങളും മിക്സ് ചെയ്തെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം ഹിന്ദിയിലും കത്തിക്കയറിയ ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡൊക്കെ അല്ലെങ്കിൽ ബുക്കിംഗ് റെക്കോർഡൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ അടിച്ചു കളഞ്ഞ് ഒരുപക്ഷെ ഈ ഒരു വർഷത്തെ ആദ്യത്തെ 1000 കോടി ചിത്രമായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മാറുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത്. എന്തൊക്കെയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇതിനോടതിന്റെ പ്രീസെയിലൂടെ മാത്രം ഏകദേശം 20 കോടി രൂപ ചിത്രം റിലീസിന് 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ബുക്ക് മൈ ഷോ ആപ്പ് പോലും ഡൗൺ ആകുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ഓരോ മണിക്കൂറിലും ബുക്കിംഗ് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് മലയാള സിനിമയ്ക്ക് അഭിമാനകരമായിട്ട് മാറുന്ന ഒരു ചിത്രമായിട്ട് മാറുമെന്നറിയാൻ വേണ്ടി അപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര പേരാണ് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.